ദുൽഖറിനോട് ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട്. ആണോ? എപ്പോ എന്താ ചേച്ചി അന്ന് ദുൽഖറിന് ഉണ്ടാക്കി കൊടുത്തത്? എന്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരൻ ഞാൻ തന്നെ എന്നുള്ള വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ അങ്ങോട്ട് പരത്തി. ഹണിമൂൺ എവിടെയെന്ന് വെച്ച് ഞാൻ പറഞ്ഞു മേളിലത്തെ റൂമിലാന്ന്. എന്റെ മേളത്തെ മുറിയിൽ നല്ല ശാന്തി മുഹൂർത്തൊക്കെ കഴിഞ്ഞു. പാലും പഴവും കൈകളി. ആ ഇനി ചേട്ടൻ കുടിക്ക്. മധുരം ഫ്രൂട്ടും കൂടെ കൊടുക്കാം ചേച്ചി ആദ്യം. അതെ എന്നാലും പെട്ടെന്ന് ഇപ്പൊ പെട്ടെന്ന് അവര് തമ്മിൽ അങ്ങനത്തെ ഈഗോ. ഞങ്ങൾ 20 വർഷം നടന്ന ഒരു മിമിക്രി ടീം കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. എടാ ചീത്ത പറയല്ലേ ഇതൊരു ഇന്റർവ്യൂ ആണ്. എടാ പറഞ്ഞേക്ക് ഒരു രമ്യുണ്ട്, റഷ്യൻ ജയിലിൽ കിടത്തിട്ടുള്ളതാണ് ഞാൻ. അപ്പൊ നല്ല കാര്യത്തിലും ചീത്ത കാര്യത്തിലും കിടന്നിട്ടുണ്ട്. വള അങ്ങനെ ഫ്ലൈറ്റിൽ കൊടുത്തിട്ട് പോന്നു. അപ്പൊ ലാലേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടു സുരേഷ് ഏട്ടൻ നല്ലൊരു ഭക്ഷണപ്രിയനാണ്, ലാലേട്ടനും ഭക്ഷണപ്രിയനാണ്. ഞാൻ ഫ്ലൈറ്റിലേക്ക് കൊടുത്തിടാറുണ്ട്. ഇന്നസെന്റ് ഏട്ടന് അവസാന ടൈമിന് പോകുമ്പോൾ ഞാൻ അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംതിങ് സ്പെഷ്യലിന് വീണ്ടും എത്തിയിരിക്കുന്നത് മറ്റൊരു ഹോം ടൂറുമായിട്ടാണ്. ഇന്നത്തെ ഈ ഹോം ടൂർ എന്ന് പറയുന്നത് ബൈറ്റ് ഹോംസ് ഫോർ സ്പെഷ്യൽ ഹോം ടൂർ ആണ്. ആരുടെയെന്നറിയോ? ഞങ്ങളിപ്പം വരാപ്പുഴയിൽ നമ്മുടെ സ്വന്തം ധർമ്മജന്റെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ധർമ്മജന്റെ വീട്ടിലേക്ക് കയറാം. ഹലോ ധർമ്മൻ ചേട്ടാ, ഇവിടെ ഇതാണ് എന്റെ ഫുൾ പേര്. നോക്കാം, ശരിയാ. പക്ഷെ ഈ പുള്ളിയുടെ പേര് ധർമ്മജൻ ബോൾഗാട്ടി ആണല്ലോ. അപ്പൊ ഈ വാലറ്റത്തുള്ള പേരിൽ നമ്മള് പക്ഷെ ഇപ്പൊ അവിടെ ഒന്നും അല്ലല്ലോ നിൽക്കുക, നമ്മള് വരാപ്പുഴയിലാണല്ലോ. പാലയാണ് ഞാൻ. പക്ഷെ തൃപ്പൂണിത്തുറയില്. അതെ, അതുകൊണ്ട് അങ്ങനെ മാറിയതാണ്. നമ്മുടെ ഈ കുടുംബം ഇത് 3 നില വീടാണ്. ഇത് എത്ര നാളായി ധർമ്മൻ ചേട്ടാ ഈ വീട് വെച്ചിട്ട്? 9 വർഷമായി. 9. ഓക്കെ ശരി. അപ്പൊ 9 വർഷമായിട്ട് ധർമ്മജൻ ചേട്ടന്റെ പ്ലാനിൽ വെച്ച ഒരു വീടാണ്. ആ വീട്ടിലേക്ക് നമുക്ക് ഐശ്വര്യപൂർവ്വം അങ്ങ് വരൂ കേറാം. വീടിനിട്ടിരിക്കുന്ന പേര് വലിയ പറമ്പിൽ. അല്ല, ഇത് ഇന്ന് വന്ന പത്രമാണോ? ഇതോ വായിച്ചിട്ടില്ല. ഇന്ന് വന്ന ന്യൂസ് പേപ്പറിന്റെ കോലം നിങ്ങൾ കണ്ടു. ഇത് എങ്ങനെ വായിക്കും? ഇങ്ങനെയാണോ പത്രക്കാര്? ഞാൻ അടുത്ത വീട്ടിൽ പോയിട്ട് വേറെ പേപ്പർ എടുത്ത് വായിച്ചു. അതാണ് അവസ്ഥ. പേപ്പർ വായിക്കണമല്ലോ. രാവിലെ എന്റെ പ്രഭാതം തുടങ്ങുന്നത് പേപ്പർ വായിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ പേപ്പർ എടുത്ത് വായിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആദ്യം തന്നെ വിളിച്ചിട്ട് പേപ്പറുകാരനെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടാണ് എന്റെ പ്രഭാതം തുടങ്ങിയത്. ഇത് വായിക്കാൻ ഇട്ടിരിക്കുകയാണോ എന്നല്ലേ? അതെ. ഇങ്ങനെ പേപ്പറുകാര് വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയി കഴിഞ്ഞാൽ മഴ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞിട്ട് കാര്യമില്ല, അവര് എറിഞ്ഞതിന്റെ. ധർമ്മജേട്ടാ, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കാണും രണ്ടുപേരും പോയി അല്ലേ? പോകുന്നു. അപ്പൊ പോയല്ലോ. അപ്പൊ ചേച്ചി ഇപ്പൊ ഫ്രീ ആയോ? അടുക്കളയിലെ പരിപാടി കഴിഞ്ഞോ? ചേച്ചിയും കൂടെ വിളിച്ചാലോ? വിളിക്കും. വിളിക്കൂ. അനുവാ. ഓ അനു നല്ല വിളിക്കുന്ന അനുജ ചേച്ചി. അനൂജ എന്നാണ് പേര്. അതെ, എനിക്കറിയാം. അനു ചേച്ചി സുഖാണോ? ഇതാ ഈ മൈക്ക് വെച്ചോ, ഞാൻ വെച്ചു തരട്ടെ. എന്നാലേ ചേച്ചി പറയണതൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. സുഖമായിട്ടിരിക്കുന്ന? അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഒരുമാതിരി അത്യാവശ്യമായി. ഇന്ന് എന്താ ചേച്ചി ഉണ്ടാക്കിയേ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ? ഇന്ന് രാവിലെ പുട്ട്, പിന്നെ ചിക്കൻ കറി. ധർമ്മൻ ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? ചോറ്, ചോറ് മീൻകറി ആണോ? ധർമ്മൻ ചേട്ടൻ കുക്ക് ചെയ്യാറുണ്ടോ? അത്യാവശ്യം കുക്ക് ചെയ്യും, ഇടക്ക് തോന്നുമ്പോ. അത്രേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് തോന്നല്. ഞാൻ വന്നപ്പോ വെറും കൈയോടെ ഒന്നും അല്ല വന്നിരിക്കുന്നത് കേട്ടോ. ഞാനൊരു സാധനം തരട്ടെ ആദ്യം തന്നെ. വിരുന്ന് നമ്മള് വരുമ്പോ ആദ്യം തന്നെ ഇത് ചേച്ചിക്കും ചേട്ടനും നമ്മള് ഫ്രൂട്ട്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നല്ല നല്ല ഫ്രൂട്ട്സും ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി അവിടെ വെക്കാം. യെസ്, ഓക്കെ. ധർമ്മൻ ചേട്ടാ, ഈ ബോൾഗാട്ടിയിൽ നിന്നും ഇത്രയും ദൂരം മാറി ഈ വരാപ്പുഴയിൽ വന്നൊരു വീട് വെക്കാൻ എന്താ അതിന്റെ പിന്നെ ഒരു കഥ ഉണ്ടാവുമല്ലോ? ചെറിയ കഥയുള്ളൂ, എന്നാ പെട്ടെന്ന് കേൾക്കാം. ഞാൻ ബോൾഗാട്ടി എന്ന് പറഞ്ഞാല് ഒരുപാട് ദൂരമൊന്നുമില്ല, 12 മിനിറ്റ് അത്രേ ഉള്ളൂ ഇവിടുന്ന്.
ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു അമ്പലം, ചോറ്റാനിക്കര, തൃപ്പൂണിത്തുറ, പിന്നെ അവിടെ വൈറ്റിൽ വരെ എത്തുള്ള പാടും ട്രാഫിക്കും ഒക്കെ ആലോചിച്ചപ്പം അമ്പലത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും പോവാലോ എന്ന് പറയുമ്പോൾ നല്ല പിടക്കണ മീനൊക്കെ കിട്ടുന്ന മാർക്കറ്റ് ഉണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല മീൻ കിട്ടുന്ന മാർക്കറ്റാണ് അത്. പിന്നെ എല്ലാ സൗകര്യം ഉണ്ട്. നമ്മൾ ആ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഗുരുവായൂർ പോവാം, ഇങ്ങോട്ട് പോവാം, എന്റെ വീട്ടിലേക്ക് പോവാം, കളമശ്ശേരിക്ക് പോവാം, ലുലു പോവാം, എല്ലാം എളുപ്പമുള്ള സ്ഥലമാണ്. അങ്ങനെ കണ്ടെത്തിയൊരു സ്ഥലമാണ്. അതാണ് കുഞ്ഞുകഥ എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ കണ്ടെത്തിയ സ്ഥലത്ത് സ്വന്തം പ്ലാനിൽ ഉണ്ടാക്കിയ ഒരു വീടാണത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ ഒരു 3 നില കെട്ടിടം, 3 നില വീട്, 2 നില കെട്ടിടമായിരുന്നു. മേളിലേക്ക് എനിക്ക് താല്പര്യം ഒരു തിയേറ്റർ വേണം എന്നുള്ള ഇതില് ഞാൻ ഇവളോട് ആലോചിച്ചിട്ട് മേളിലേക്ക് ഒരു ചെറിയ ഒരു ഉടായ്പ നിലയും കൂടി എടുത്തിട്ട്. അങ്ങനെ ഉടായിപ്പൊന്നും പറയണ്ട, ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് കാണണം കേട്ടോ. ഈ 3 നിലയിൽ എന്തൊക്കെയാണ് ഞങ്ങൾ നോക്കട്ടെ, എന്നിട്ട് പറയാം. ഒന്നുമില്ല, ഈ സാധാരണ അന്ന് ഞാൻ ഭയങ്കര ഉഴപ്പനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് നീറ്റായി അല്ലേ ചേച്ചി? ഉഴപ്പൻ നീറ്റായി എന്നല്ലേ പറഞ്ഞത്, ഇപ്പോഴും ഉഴപ്പൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അന്ന് ഇങ്ങനെ ഒരു വീട് വെക്കണതിനെ പറ്റി ആലോചന ഉണ്ടായിരുന്നില്ല. ഇതുപോലെ നിങ്ങളെ പോലുള്ള ആൾക്കാര് ഇന്റർവ്യൂവിന് വരുമ്പോ ഇവളോട് ചോദിക്കുമല്ലോ ഒരു ചോദ്യം. അപ്പൊ ഇവളെപ്പോഴും പറയുന്ന ഒരേ ഒരു അഭിപ്രായം, സ്വന്തമായിട്ടൊരു വീട്, തറവാടുണ്ട്, ഞങ്ങക്ക് തറവാടൊക്കെ ഉണ്ട് മുളവാട്, അങ്ങനെ സ്വന്തമായിട്ടൊരു വീട് ഇങ്ങനെ പറയുന്നത്. അതെങ്ങനെ ഇങ്ങനെ മനസ്സിലായി. അപ്പൊ ഞാൻ എറണാകുളത്ത് ഒരു വർഷം ഞാൻ ഫ്ലാറ്റിൽ താമസിച്ചു. ഫ്ലാറ്റിൽ താമസിക്കുമ്പോ ഞങ്ങളോട് പറഞ്ഞു നമ്മൾ ഈ ഒരു വർഷം കറക്റ്റ് താമസിക്കുള്ളൂ, അതിന് മുമ്പ് നമ്മൾ വീട് സെറ്റ് ആക്കിയിരിക്കും പറഞ്ഞു. അതേപോലെ തന്നെ സെറ്റ് ആക്കിയതാണത്. ഓ, അതാണ് ചേട്ടാ. ഇപ്പൊ ഇനിയുണ്ടല്ലോ, വീട് വെക്കണം എന്നുള്ള ഒരു സ്വപ്നം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഈസി ആക്കി തരുന്ന ഒരു ആപ്പ് ഉണ്ട്, ബൈറ്റ് ഹോംസ് ഫോർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അതിൽ നമ്മൾക്ക് ഇപ്പൊ വീട് വെക്കണം എന്ന് ഇതുപോലെ ആഗ്രഹമുണ്ട്, എപ്പോഴും അത് നമ്മളെ മനസ്സിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മളിങ്ങനെ പിൻവരുന്ന എന്തുകൊണ്ടാ, ഒരു വീട് വെക്കണമെങ്കിൽ എത്രയായാലും വലിയൊരു എമൗണ്ട് ആവും, ഒറ്റയടിക്ക് നമ്മൾ അത്രയും പൈസ എങ്ങനെ റേസ് ചെയ്യും, ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നത്. ഈ ബൈറ്റ് ഹോംസ് ഫോർ ആണെങ്കിൽ നമ്മൾ പകുതി പൈസ മാത്രം ആദ്യം കെട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കി പകുതി പൈസ 50 തവണകളായിട്ട് നമ്മൾ പിന്നീട് അടച്ചാൽ മതി. അങ്ങനെ വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. അത് ചൂസ് ചെയ്യാം. അത് അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും അത് ചെയ്യാം, അവരുടെ ആ ഒരു ആപ്പ് എടുക്കുവാണെങ്കിൽ. അല്ലാതെ അവരുടെ ഒരു പ്രൊജക്ട്, ഒരു വില്ല പ്രൊജക്ട് ഒരു സ്ഥലത്ത് അവിടെ നമ്മൾ പോയി വീട് വെക്കണം അങ്ങനെയൊന്നും അല്ല. ഇത് പ്രൊജക്ട് സംസാരിക്കാമെന്നല്ലോ, അതൊന്നല്ല, എനിക്ക് അറിയാവുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഓട്ടം ഒരു കൂട്ടുകാരന്റെ വീട് പണിതോണ്ടിരിക്കുക. അപ്പൊ അവിടത്തെ ഒരു പെയിന്റിങ് കാര്യങ്ങള്, എന്റെ വീടിന്റെ പുറകിലത്തെ ഒരു സ്ഥലം വാങ്ങിക്കുന്നുണ്ട്, അതിന്റെ കുറച്ച് പുല്ലുവെട്ട് കാര്യങ്ങള്, മരം വെട്ട് കാര്യങ്ങള് അവിടെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വളരെ നല്ല കാര്യം. അപ്പൊ ഞങ്ങൾ വന്നത് നല്ല സമയത്ത് തന്നെ. ഈ ഞങ്ങൾ മേടിക്കുമ്പോ എന്റെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ 10-12 സ്ഥലമൊക്കെ ഉണ്ട്, സെന്റ് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാല് എന്റെ ഈ ഒരു വണ്ടി കയറി കിടക്കുള്ളൂ, ഇവളുടെ വണ്ടി പുറത്തായിടുന്നത്. അപ്പൊ അത് ഇടാനൊന്നും സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത പറമ്പും കൂടി അങ്ങ് വാങ്ങി അങ്ങോട്ട് ചേച്ചിയുടെ കാറും കൂടി ഇടാൻ പോണു. അത് കഴിഞ്ഞാൽ ആ പറമ്പിലേക്ക് വേറെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? പറമ്പൊന്നുമില്ല, കുറച്ച് സ്ഥലമുള്ളൂ. അത് നമ്മള് എന്തെങ്കിലും പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ നേരിടുന്ന, മാത്രമല്ല എല്ലാവരും നേരിടുന്ന പ്രശ്നം. ഇപ്പൊ നാട്ടിൽ സ്ഥലമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ കുറച്ച് ദൂരം നടന്നല്ലോ. എല്ലാരും വേസ്റ്റ് തിന്നുന്നല്ലോ, എല്ലാരും എവിടെയെങ്കിലും കൊണ്ട് ഇത് ചെയ്യണമല്ലോ. നമ്മള് പ്ലാസ്റ്റിക് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഫുഡ് വേസ്റ്റ് നമുക്ക് തോടുണ്ട്, അവിടെ കൊണ്ട് ഇടും. അതാണ് നമ്മുടെ ഒരു ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ടൈറ്റിൽ സ്പോൺസറും കൂടിയാണ് ബൈറ്റ് ഹോംസ് ഫോർ. അപ്പൊ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞു മാത്രം. അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു ഇതാണ്. നമുക്ക് പിന്നെ 50 തവണയായിട്ട് അടച്ചാൽ മതി എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആ ലൈവായിട്ട് നമുക്ക് വീടിന്റെ പ്ലാൻ ഫുൾ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. പിന്നെ സൈറ്റിൽ നിന്നുള്ള ക്യാമറ കിട്ടും. 15 വർഷത്തേക്ക് ലോൺ എടുത്തെങ്കിലും 2.25 വർഷം കൊണ്ട് അടച്ചു തീർത്താണ്. 50 തവണ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മുമ്പേ തീർക്കാൻ പറ്റും. ഇത് 15 തവണ എന്ന് പറയുമ്പോ ഈ മുതലി കയറുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ ബാങ്കില്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഒരു പ്രീമിയം അടക്കണമല്ലോ നമ്മള്, EMI അടക്കണം.
EMI അടക്കണതിന്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടി കൂട്ടി അടച്ചടച്ചടച്ചടച്ചടച്ചടച്ചടച്ച് പെട്ടെന്ന് തീർക്കാം. ഓക്കെ. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, വീടും കാര്യങ്ങളും. അപ്പൊ ഈ വീട്ടിൽ വന്നിട്ട് 9 വർഷമായി അല്ല ചേച്ചി? വളരെ സന്തോഷമായിട്ട് നല്ല രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജീവിതം പോകുന്നു, ടച്ച് വുഡ്. ഇപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ ധർമ്മൻ ചേട്ടാ, ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത് എല്ലാവരും ഇപ്പോഴാണ് ലിവിങ് ടുഗെദർ ആയിട്ടും എല്ലാവരും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കൾച്ചർ നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നിങ്ങളിത് 9 ഇപ്പൊ എത്രയോ വർഷങ്ങളായി, 16 വർഷമായി നിങ്ങൾ അന്ന് അത് ചെയ്തിട്ട് ഇന്നിപ്പോ ധർമ്മൻ ചേട്ടന് ഇവള് മതി എനിക്ക് എന്റെ ലൈഫിലേക്ക് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി, കുട്ടികളൊക്കെ ഇത്രയും വലുതായതിനു ശേഷമാണ് ധർമ്മൻ ചേട്ടന് പിന്നീട് ഒരു തോന്നരുത്, പിന്നെ നിങ്ങളത് ഇപ്പൊ കല്യാണം വീണ്ടും നിങ്ങളൊരു അത് രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിച്ചാൽ അത് നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം വന്നൊരു സംഭവമാണ്. എന്തായിരുന്നു അങ്ങനത്തെ ഒരു വാർത്തയുടെ അങ്ങനെ തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാനന്ന് അവിടുത്തെ ഒരു മുളകാട്ടിലുള്ള അമ്പലത്തില്, ഞാൻ അവിടുത്തെ ഒരു ദേവസ്വം അമ്പലത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അന്ന് അവിടെ വെച്ച് ഇവളെ വിളിച്ചിട്ട് വന്നു. 2-3 പ്രാവശ്യം ഇവളോട് വീട്ടിൽ ചെന്ന് ചോദിച്ചു, നമുക്ക് തന്നില്ല. എത്ര നാളത്തെ പ്രണയമായിരുന്നു? അല്ല, പ്രണയത്തിന്റെ ഒരു ദൈർഘ്യമല്ല ഇതിന്റെ പ്രശ്നം. നമ്മൾ ഈ വീട്ടിൽ ചെന്ന് ചോദിക്കാന്ന് നമ്മള് തീരുമാനിച്ചിട്ട് കൊണ്ടുവരാം എന്ന് തീരുമാനിച്ച ഒരു ഘട്ടത്തിൽ നമ്മൾ 2-3 പ്രാവശ്യം വീട്ടുകാരായിട്ടും അല്ലാണ്ടും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും അവരുടെയൊക്കെ പോയിട്ട് സംസാരിച്ചു. ഇവരുടെ വീട്ടിലൊരു ഗവൺമെന്റ് ഉദ്യോഗക്കാരാണ്. അപ്പൊ അവരുടെ താല്പര്യം അതായിരിക്കും. ഞാൻ മിമിക്രിക്കാരനും. അപ്പൊ ഒരിക്കലും ആണെങ്കിൽ ബാങ്ക് ജോലിക്കാരുടെ ഇവരുടെയൊക്കെ ആലോചനകൾ വന്നിട്ടിരിക്കുന്ന ടൈം. അങ്ങനെ നമ്മൾ എന്റെ കൂടി പോരാൻ തീരുമാനിച്ചു. നിങ്ങളൊരു ചുരിദാർ ഇട്ടുണ്ട്, സർട്ടിഫിക്കറ്റും എടുത്തിട്ട് ഇവിടെ നിൽക്കുന്നു, വരുന്നു, ഞങ്ങൾ അമ്പലത്തിൽ പോയി കിട്ടുന്നു. അത് 16 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. ഇതിന് ലീഗലി ഒരു ഇതുമില്ല. നാളെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വത്തുവകകൾക്കോ അല്ലെങ്കിൽ നമ്മളൊരു ആശുപത്രി കിടന്നാല് നമ്മളൊരു ഇതിനോ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഇത് പ്രശ്നമാകും. അല്ല, ആ ഒരു തിരിച്ചറിവ് 16 വർഷത്തിന് ശേഷമാണോ ധർമ്മൻ ചേട്ടന് തോന്നുന്നത്? അപകടം വന്നാല് നമുക്ക് കിട്ടണ ഒരു ഇതുണ്ടല്ലോ, അതുപോലും കിട്ടാണ്ടായി പോകും. അതാണ് എന്റെ പ്രശ്നം. അത് ലീഗലി ചെയ്യാൻ വേണ്ടിട്ട് 16 വർഷം എന്റെ ഒരു മണ്ടത്തരം കൊണ്ട് ചെയ്തില്ല. പിന്നീട് ഇപ്പോഴതിന്റെ മനസ്സിലായപ്പോൾ നീ ഇതുവരെ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് അവൻ എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ 16 വർഷം കഴിഞ്ഞിട്ട് ചെയ്തു, ജീവനോട് ഇരിക്കുമ്പോ ചെയ്തു, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. അതെല്ലാവർക്കും എന്നെ അത് കഴിഞ്ഞിട്ട് കുറെ പേര് വിളിച്ചു, ഞങ്ങളും ഇങ്ങനെ ഇതാണ്, എന്താ ചെയ്യേണ്ടത്, എന്താ അതിന്റെ ഇത് പ്രൊസീജിയർ എന്തൊക്കെയാന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് വിളിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് ഒരു ക്ലെയിം കിട്ടണമെങ്കിൽ പോലും ഇത് ഭയങ്കര അത്യാവശ്യമാണ്, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വെറും 2000 രൂപ കൊണ്ട് നടക്കേണ്ട കാര്യം ഇത്രയും വർഷം 10,000-75,000 രൂപ ചെലവായി എനിക്ക്. 2000 രൂപ രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കുക, അവർക്കൊരു ലഡു മേടിച്ചു കൊടുക്കുക. ഞാൻ തലേ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു, എന്റെ ഭാര്യ വിവാഹിതയാവുന്നു, വരൻ ഞാൻ തന്നെ എന്നുള്ള വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ അങ്ങോട്ട് പരത്തി. അയ്യോ, ഞങ്ങളെ പോലെ പറയരുത്, ഞങ്ങളല്ല. ഞങ്ങൾ അവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒപ്പിടാൻ വേണ്ടി ചെല്ലുമ്പോ നിറച്ച് ടിവിക്കാരും പത്രക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ എല്ലാരും വീട്ടിലേക്ക് വിളിച്ചിട്ട് വന്ന് എല്ലാവർക്കും ഭക്ഷണവും കൊടുത്ത് പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി എല്ലാരെയും വിളിച്ച് അങ്ങനെ 2000 രൂപ തരേണ്ടത്. അങ്ങനെ അത് 75,000-ലായി. ഓക്കെ, ഈ 2 ഡേറ്റും ചോദിച്ചാൽ ചേച്ചിക്ക് വളരെ കൃത്യമായിട്ട് 2 ഡേറ്റ്സും ഓർമ്മയുണ്ടാവും. ധർമ്മൻ ചേട്ടന് ആദ്യത്തെ ഡേറ്റും ഉണ്ടാവില്ലേ? ഇപ്പത്തെ ഡേറ്റ് ഓർമ്മയുണ്ടാവും? അതും ഇല്ലേ? എന്നാ ചേച്ചി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക, ഏതാണ് ആ 2 ഡേറ്റും? ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമിലെ ഡേറ്റ് എനിക്കല്ല ഓർമ്മ. പറയൂ ചേച്ചി. നവംബർ 15. വർഷം 2007. അപ്പോ ഈ 2 ദിവസം കല്യാണം, 2 ദിനങ്ങളാണ് നിങ്ങൾക്ക് ശരിക്കും പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ 2 ഫസ്റ്റ് നൈറ്റും അവിടെ കഴിഞ്ഞിരിക്കുന്നുണ്ടാവണം അല്ലേ? 2 ശാന്തി മുഹൂർത്തം. ഹണിമൂൺ എവിടെയെന്ന് വെച്ചാൽ മേളത്തെ റൂമിലാണ്. എന്റെ മേളത്തെ മുറിയിൽ നല്ല ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾ നോർമൽ ജീവിതമായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ ടിവിക്കാരും മാധ്യമപ്രവർത്തകരൊക്കെ പോയപ്പോ ഒരുപാട് സമയമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നോർമൽ ഇതിലേക്ക് പോയി. അങ്ങനെയാണ് ചേച്ചി അടുക്കളയിൽ 1 ഗ്ലാസ് പാലുണ്ടാവോ എടുക്കാൻ? 1 ഗ്ലാസ് പാല്, ഒരു 1/2 ഗ്ലാസ് പാലുണ്ടാവോ? ഉണ്ടാവോ? എന്നാ 1/2 ഗ്ലാസ് പാലെടുത്ത് നമുക്ക് ഇവിടെ ഒരു ശാന്തി മുഹൂർത്തത്തിലേക്ക് നിങ്ങളെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇത് അങ്ങനെ ഒന്ന് ചെയ്യാം. കുഴപ്പമില്ലല്ലോ. ചേട്ടൻ ഇന്നുണ്ടല്ലോ. അപ്പൊ ചേച്ചി എനിക്ക് ഒരു 1/2 ഗ്ലാസോ 1/4 ഗ്ലാസോ പാല് ചേച്ചി കൊണ്ടുവരും. വാ, ഞാൻ അപ്പത്തേക്ക് ഫ്രൂട്ട്സും റെഡിയാക്കി വെക്കാം.
ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ധർമ്മചേട്ടാ. ധർമ്മചേട്ടൻ വരും, നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം. ഫ്രൂട്ട്സ് വാ, വാ, നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ഇന്ന് അവരുടെ രണ്ടാമത്തെ ഇരുന്നോട്ടെ, ആഡംബരമായിട്ട് ഇരുന്നോട്ടെ. അങ്ങനെ എന്താ പറയാ, ഫ്രൂട്ട്സ് സാരമില്ല, ഇതും കൂടി ഇരിക്കട്ടെ. വെറുതെ കുട്ടിക്ക് ക്ഷീണമാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നത്. ഒരു പേരയ്ക്ക് മാത്രം മതിയോ? പിന്നെ മതി. ഒരാപ്പിളും കൂടി ഇരിക്കട്ടെ, ഒരാപ്പിളും കൂടെ ഇരിക്കട്ടെ. ഒരാപ്പിൾ ഉണ്ട്, ഒരു ഓറഞ്ച് എടുക്കാം. അപ്പൊ അങ്ങനെ ഇവരുടെ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞു. അതങ്ങനെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് വീണ്ടും ചെറുതായിട്ടൊന്ന് ശാന്തി മുഹൂർത്തം നമ്മളൊക്കെ കാണാറുണ്ടല്ലോ. ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്ത് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. പാലും പഴവും കൈകളിൽ ഒരു പാട്ട് പാടിക്കേ. എന്തിനാണ് എങ്ങനെ നർമ്മചേട്ടൻ നാളെ കിടന്ന് നമ്മുടെ അനുജ ചേച്ചിയും നർമ്മചേട്ടൻ തമ്മിലുള്ളല്ലേ, നമ്മൾ ആ ഒരു മൊമെന്റ് ഒന്നും കൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്നു മാത്രമല്ലേ ഉള്ളൂ. സന്തോഷമുള്ള കാര്യം. പാലും റെഡിയാണ്, പഴവും റെഡിയാണ്. എനിക്കാണോ ആദ്യം തരുന്ന ഫ്രൂട്ട്? ഞാനല്ല ഫ്രൂട്ട് ആദ്യം കഴിക്കേണ്ടത്, ഞാൻ നാത്തൂൻ. ഓക്കെ, എല്ലായിടത്തും ഞാൻ നാത്തൂനാണ്. ഇതെന്റെ ആങ്ങള, ഇതെന്റെ ആങ്ങളുടെ ഭാര്യ. അപ്പൊ ഞാനായിട്ട് അത് തുറന്നു കൊടുക്കാം. ആങ്ങളയ്ക്കല്ല ആദ്യം ചേച്ചിക്ക. ചേച്ചി ആദ്യം പാല് വന്നിട്ട് കുടിക്കേ ചേച്ചി, പാല് കുടിക്കേ. ആ, ഇനി ചേട്ടൻ കുടിക്കേ. ചൂട് പാല, ചൂട് പാല്. ഇനി നമുക്ക് മധുരം ഫ്രൂട്ടും കൂടെ കൊടുക്കാം. ചേച്ചി ആദ്യം. യെസ്, അത് തന്നെ. നല്ല കാര്യം. അങ്ങനെ നമ്മളിവിടെ ഞങ്ങളുടെ ഉദ്ദേശം നടന്നത് നല്ല കാര്യല്ലേ. അത് ചേച്ചി, അല്ലാതെ ഇങ്ങനെ ചേട്ടൻ ഭക്ഷണം വായി തരാറുണ്ടോ? അതൊക്കെ തരും. ആണോ? ഓ, അപ്പൊ ഇത് നടക്കണ കാര്യ. ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് അതൊരു സന്തോഷമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. ആണോ? ഓ, അങ്ങനത്തെ ആള് തന്നെയാണല്ലേ. ഫോട്ടോ ഒക്കെ നമുക്ക് പതുക്കെ നടക്കാം അങ്ങോട്ട്. ശരിക്കും ശാന്തി മുഹൂർത്തം കഴിഞ്ഞാൽ ഞാൻ ആങ്ങളേനെയും പെങ്ങളെയും നാത്തൂനെയും കൂടെ ബെഡ്റൂമിലേക്ക് കയറ്റി വിടണം എന്നുള്ളതാണ് അതിന്റെ ഒരു ശാസ്ത്രം. നമുക്ക് ആ ശാസ്ത്രത്തിന്റെ അങ്ങോട്ട് എന്തിന് എന്ത് പറഞ്ഞ കേസ് കൊടുക്കും? എന്ത് പറഞ്ഞ കേസ് കൊടുക്കും? ആര്? എന്നാ നമുക്ക് കാര്യം ചെയ്യാം. ധർമ്മജന്റെ കൂടെ എപ്പോഴും ചേർത്ത് വായിക്കുന്ന ഒരു പേരല്ലേ പിഷാരടി എന്നുള്ളത്, അല്ലെ? ധർമ്മജനും പിഷാരടിയും, ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും അറിയണത്. ഇപ്പൊ ഈ ഒരു സന്തോഷമുള്ള കാര്യത്തില് നിങ്ങളുടെ ലൈഫിൽ എന്തൊരു നല്ല കാര്യം വരുമ്പോൾ ഫസ്റ്റ് രമേശ് ചേട്ടനെ ആയിരിക്കുമല്ലോ മിക്കവാറും വിളിക്കുന്നുണ്ടോ? എന്നാ ഒന്നും കൂടെ വിളിക്കാമോ? ഇതേ എടാ, എന്റെ വീണ്ടും എന്റെ ഒരു ശാന്തി മുഹൂർത്തം ഇവിടെ കഴിഞ്ഞു. എന്ത് പറഞ്ഞു? എന്തിന്? വേറൊരു കാര്യത്തിന് വേണ്ടി. അയ്യോ, അപ്പൊ ഫോൺ എടുക്കാതിരിക്കോ? ഇല്ല, എടുക്കാതിരിക്കൂല. നോക്കട്ടെ. എടുക്കോ നോക്കാം. എന്താ വിളിക്കണേ? ഫിഷു അവനെ ഞാനൊരു ഡോസ് കൊടുത്തിട്ട് നിർത്തിയേക്കണാണ്. അതുകൊണ്ട് അവൻ ചീത്ത പറയാ. പിണങ്ങിയിരിക്കണം. നിങ്ങൾ തമ്മിൽ പിണങ്ങാറൊക്കെ ഉണ്ടോ? പിണങ്ങെന്ന് പറഞ്ഞാൽ ഇത്തിരി നേരത്തേക്കുള്ള പിണക്കം. അപ്പൊ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും. അങ്ങനെ ചേച്ചി ഇവരുടെ പിണക്കം തീർക്കുന്നത് എങ്ങനെയാ? അല്ല, അവര് അങ്ങനെ പിണങ്ങാറൊന്നുമില്ല. ചെറിയ ചെറിയ ഇങ്ങനത്തെ സൗന്ദര്യ പിണക്കങ്ങൾ കട്ട് ചെയ്ത് ഇതുപോലെയാണോ ചേച്ചിയും ചേട്ടൻ തമ്മിൽ വഴക്കിടുമ്പോഴും? അത് പറഞ്ഞു കട്ട് ചെയ്തു. ആണോ? ഷൂട്ട് ലെവലാണോ? അല്ല, ഷൂട്ടിലാണോ? അതാണോ കട്ട് ചെയ്തെന്ന്? അല്ല, രാവിലെ പിണക്കത്തില്ല. നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാം. അല്ലെങ്കിൽ അവനെ ആദ്യത്തെ വഴിക്ക് തന്നെ ചീത്ത പറയാൻ സാധ്യതയുണ്ട്. ഞാൻ രാവിലെ അവന് കുറച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് എനിക്കിട്ട് അതേ തിരിച്ചു വിളിക്കുന്നു. ആണോ? എടാ, ചീത്ത പറയല്ലേ, ഇതൊരു ഇന്റർവ്യൂ ആണ്. എടാ പറഞ്ഞേക്ക്. ഒരു രമ്യുണ്ട്. രമേശ് ചേട്ടാ, ഞാൻ രമ്യാണ്, നിഖിലിന്റെ വൈഫ്. നമസ്കാരം രമേശ് ചേട്ടാ. അതല്ല, ഞങ്ങൾ ഈ ധർമ്മജൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യായിരുന്നു ഞാന്. അപ്പൊ ധർമ്മജൻ ചേട്ടന്റെ വീട്ടില് വന്നു. ഇവിടെ വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ധർമ്മജൻ ചേട്ടന്റെ അടുത്ത് എന്തായാലും രമേശന്റെ കാര്യം ചോദിക്കണ്ടേ, വിശേഷമൊക്കെ. അപ്പം വിളിച്ചതാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ വീണ്ടും കല്യാണം കഴിഞ്ഞ വിശേഷത്തെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ വീണ്ടും ഒരു ശാന്തി മുഹൂർത്തം ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ രണ്ടുപേർക്കും പാല് കൊടുത്തു, പഴം കൊടുത്തു, ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
എന്നാ അയ്യേ പറയണ രമേശ് ചേട്ടാ. വിളിച്ചില്ലേ ഞാൻ എനിക്ക് ധർമ്മനെ അങ്ങനെയൊക്കെ ധർമ്മൻ ഫ്രൂട്ട്സ് കഴിച്ച് കിടക്കണമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതാണ് ആ ഇവിടെ അതാണ് അവസ്ഥ ഇപ്പൊ. പാലൊക്കെ കുടിച്ച് ആപ്പിളൊക്കെ കഴിച്ച് രണ്ടുപേരും ഇവിടെ ഇങ്ങനെ നല്ല ഇതിലിരിക്കുകയാണ്. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വന്നേക്കണടാ. എന്താ ഞങ്ങൾ ഒന്നിച്ച് എത്ര രാത്രികൾ, എത്ര ബസ് സ്റ്റോപ്പ് തൊട്ട് വലിയ വലിയ ഹോട്ടലുകൾ വരെ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുള്ളത് ഞങ്ങൾ രണ്ടുമാണ്. അതെ ശരിക്കും അതെ. നമുക്കല്ല ഞാൻ പറഞ്ഞത്, ഒരു സമയം മുഴുവൻ ഡെയിലി പരിപാടിയുള്ളപ്പോ എത്രയോ ദിവസം നമ്മുടെ സെപ്പറേറ്റ് റൂം അല്ലല്ലോ, ഒരു റൂമില് താമസിക്കുക. നമ്മള് വിദേശത്ത് പോകുമ്പോ അതെ, ട്രെയിൻ മിസ്സായ റെയിൽവേ സ്റ്റേഷനിൽ അതെ, അങ്ങനെ 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 ഞങ്ങളൊരു 10 കൊല്ലം ഒന്നിച്ച് ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ സത്യത്തിൽ ഒരുപാട് ഞങ്ങൾ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. ധർമ്മജനെ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കിടന്നത് ഞാൻ തന്നെയെന്നല്ലേ രമേശ് ചേട്ടാ? പറ്റില്ല. ഓ ഓക്കെ ഓക്കെ. ഞങ്ങള് 16 കൊല്ലം, ഞാനും അവനും കൂടി 20 കൊല്ലം. ആ അതെ. അപ്പൊ സീനിയോറിറ്റി അവിടെ രമേശ് ചേട്ടന് തന്നെയാ, അനു ചേച്ചിക്കല്ല. ആ പിരിഞ്ഞ് കേട്ടോ? അനുജ ചേച്ചി കേക്കുന്നുണ്ടല്ലോ, ഒന്നും പറയാനില്ലേ? പ്രതിഷേധിക്കും. ഞാൻ ഈ ഇടയ്ക്കും കൂടെ പറഞ്ഞു, ഇതിന് മുമ്പ് അനുവിന് വിശ്വാസമുള്ള ചുരുക്കം ചില ആളുകളിൽ ഒന്നാണ് ഞാനൊക്കെ. അപ്പൊ ഒരു ദിവസം അനു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഇന്നലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ധർമ്മൻ ചേട്ടൻ വന്നില്ലല്ലോ. ഉച്ചയ്ക്ക് ഒരു 2 മണിയായി. ഞാൻ പറഞ്ഞു ഇന്നലെ പരിപാടിയേ ഇല്ലായിരുന്നു. അപ്പൊ ഇവന് ഉച്ചയൊക്കെ ആകുമ്പോ ബാഗ് എടുത്തിട്ട് എന്റെ പ്രോഗ്രാമിന് വരുവാന്ന് പറഞ്ഞ് എവിടെയോ ഉണ്ടായിട്ടുണ്ടല്ലേ. ഈ എങ്ങടെ ഈ പോണേ മുങ്ങണത്? അങ്ങനെ മുങ്ങുന്നത്. അപ്പൊ അനുവിന്റെ വിശ്വാസ പാർട്ടിയുടെ ഒരാളാ ഞാൻ. അപ്പൊ പെട്ടു. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂല അല്ലേ? ഇപ്പൊ അനുവിന്റെ കയ്യില് ഫുൾ മേൽനോട്ടമല്ലേ? ആണോ? ചാവി കിട്ടി, ഫുൾ താക്കോൽ അനുവിന്റെ കയ്യിലാണ്. ധർമ്മന്റെ ഒരു ധർമ്മജന്റെ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അത് ഇത്തിരി ഒരു നല്ല ആൾക്ക് തന്നെ ചെയ്യേണ്ടത്. അതിൽ അനു വലിയ സക്സസ് ആണ്. അനു ഒരു ഗംഭീര സക്സസ് ആണ്. അനു ആണ് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നതും കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒക്കെ ഉണ്ട്. അപ്പൊ അനുവിൻ ധർമ്മജനൊക്കെ വിവാഹശേഷം ഒരു നമ്മൾ ഒരുപാട് പേരൊക്കെ കല്യാണത്തിന് മുമ്പ് ഒരു സ്വഭാവം, കല്യാണം കഴിഞ്ഞൊരു സ്വഭാവം എന്നൊക്കെ പറയും. അതെ, അങ്ങനൊന്നുമില്ല. എന്നും ഒരുപോലെ ഒരൊറ്റ ഇതേ ഉള്ളൂ. അപ്പൊ അത് ഇതിനെ ഒരു തരി മാറാതെ ഇവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒക്കെ നോക്കുന്ന ഒരു കാര്യത്തിൽ അനു വളരെ എക്സലന്റ് ആണ്. ഓ ഓക്കെ. അപ്പം അനുജ ചേച്ചിക്കാണ് ഇവിടെ കംപ്ലീറ്റ് ക്രെഡിറ്റ്. ഇനിയും ധർമ്മജൻ ഞാൻ ചോദിക്കട്ടെ രമേശ് ചേട്ടാ, ഇത്ര നാള് രമേശ് ചേട്ടന് പരിചയമുള്ള ഒരാള്, കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള്, എത്ര പറഞ്ഞാലും നന്നാവില്ല എന്ന് നമ്മൾ ചില കാര്യങ്ങളിൽ പറയില്ലേ? ആണോ? രാവിലെ നിങ്ങൾ വഴക്കിട്ടിട്ടിരിക്കാന്ന് പറഞ്ഞു. വഴക്കല്ല, ഞാനിപ്പോ പറയുമ്പോ അവന് വഴക്കായിട്ടൊക്കെ തോന്നുന്നുള്ളൂ. ചില കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അത് വേണോ, ഇത് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞോളൂ. അതൊന്നും വഴക്കൊന്നുമല്ല. അത് ഞങ്ങളിങ്ങനെ എല്ലാ കാലത്തും ചില കാര്യങ്ങൾ വേണോ വേണ്ടേന്നൊക്കെ ചോദിക്കും. ഞാൻ ഇപ്പൊ കുറച്ചു, കാരണം അവൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനെ ഒരു വേറൊരു ധർമ്മജനെയൊന്നും കിട്ടൂല. ഞാനും ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞോണ്ടിരിക്കും, അവൻ ചെയ്തോണ്ടിരിക്കും. ചിലപ്പോ അവൻ പറയും, ഞാൻ ചെയ്തോണ്ടിരിക്കും. ചക്കിക്കൊത്ത ചങ്കരനാണ് നിങ്ങൾ രണ്ടും അല്ലേ? എന്താ ചോദിക്കാൻ വന്നത്? എടേ ഞാൻ കേറി പറയൂ. അല്ല, ഇത്രയും നാളായിട്ട് ധർമ്മൻചേട്ടന്റെ അടുത്ത് എത്ര നാളായിട്ട് ഒരേ കാര്യം പറഞ്ഞിട്ട് ഇന്നും ധർമ്മൻചേട്ടൻ മാറാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോന്ന് ഞാൻ ചോദിക്കാതെ ഉണ്ടല്ലേ? ധർമ്മജൻ തന്നെ അതിനൊരു കാര്യമില്ല. അതൊരു പ്രസ്ഥാനമാണ്, അങ്ങനെ മാറില്ല. പാക്കേജ് എങ്ങനെയാണോ, മുഴുവൻ പാക്കേജ് എന്ന് പറയുന്ന ഒരു ധർമ്മജൻ ബോൾഗാട്ടി എന്താണോ അതൊക്കെ അങ്ങനെ തന്നെയാണ്. അത് പരിചയപ്പെട്ട കാലം തൊട്ടേ അവൻ അങ്ങനെയാണ്. അവനൊരു ഒരു റോ പേഴ്സണാലിറ്റിയാണ് പുള്ളി. അങ്ങനെ എന്താ പറയുന്ന, ആരോടും എനിക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല, എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. ബോധിപ്പിച്ച് ആരുടെയും ഗുഡ് ബുക്കിൽ കയറിയിട്ട് എനിക്ക് എന്തെങ്കിലും വേണമെന്നുള്ള നിർബന്ധങ്ങളില്ല, അങ്ങനൊന്നുമില്ല. പിന്നെ പുള്ളി അങ്ങനെ ഭയങ്കര അംബീഷ്യസ് അല്ല. അതിന്റെ ഒരു ജെനുവിനിറ്റി കൊണ്ട് വന്ന് കിട്ടിയതാണ് എല്ലാം. അങ്ങനെ എന്തെങ്കിലും ആവാൻ വേണ്ടിയുള്ള കാര്യമായ ശ്രമങ്ങൾ നടത്തുക, അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടാവും കേട്ടോ തുടക്കകാലത്തൊക്കെ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്നാലും അവന് ഭയങ്കര മോട്ടിവേഷൻ കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി ചോറ് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ടിരുന്നാൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ മനസ്സിലായി. ഓക്കെ, അപ്പൊ രമേശ് ചേട്ടാ താങ്ക് യു കേട്ടോ. നമുക്ക് ഒരു ദിവസം കാണണം. കുറെ നാള് മിണ്ടിട്ട് കുറെ നാളായി. അതെ വീട്ടിലും കാണലും ഒക്കെ. അതെ, ഞാൻ വീട്ടിലേക്ക് വരാം.
രമേശ് ചേട്ടന്റെ വീട്ടിലേക്ക് വരാം. ചെറിയ ചെറിയ ഫ്ലാറ്റുകളാണ് പാലും മുഴുവൊക്കെ ഒരു കുഴപ്പമില്ല രമേശ് ചേട്ടാ, ഫ്ലാറ്റ് ഒക്കെ എനിക്കറിയാം. ഞാൻ വന്ന് ബെല്ലടിക്കും, അത്രേ ഉള്ളൂ. ഒരു ദിവസം അങ്ങ് വരും. ആ കാണാം കേട്ടോ രമേശ് ചേട്ടാ. താങ്ക് യു. ഓക്കെ ബൈ. ആ ദേ പറയുമ്പോഴേ ആ എന്നെ വളരെ അടുത്ത് മനസ്സിലാക്കിയ ഒരാളാണ്. ഈ പറഞ്ഞാല് നടക്കാം. 100% കറക്റ്റ് ആണ്. എന്നിലെ ഞാൻ അതെന്താ ധർമ്മൻ ചേട്ടാ, ചില കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ പല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് തോന്നില്ലേ ഇനി നമുക്കൊരു മാറ്റം വേണം. ഞാൻ തെറ്റായ വഴികളിൽ പോകുമ്പോ മാറണം തോന്നുമല്ലോ. അല്ല, നമ്മൾ മനുഷ്യരാരും ശരിയല്ലല്ലോ എപ്പോഴും. നമ്മൾ എല്ലാരും തെറ്റ് ചെയ്യാറുണ്ടല്ലോ, നമുക്കൊക്കെ തെറ്റ് പറ്റാറുണ്ട്. അപ്പൊ ആ തെറ്റിൽ നിന്നും നമ്മൾ ഓക്കെ ഞാൻ വഴിമാറി കിടക്കും. പക്ഷെ എന്റെ ഒരു വഴി ഉണ്ടല്ലോ എനിക്ക്, ആ വഴിയിൽ ഞാനുണ്ട്. ഓക്കെ, അതിലൂടെ തന്നെയാണ് ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ ആ വഴി തന്നെ. അതിനിടയിൽ ഞാൻ അനുശേഷിയുടെ അടുത്ത് ചോദിക്കട്ടെ. ഞാൻ രമേശ് ചേട്ടന്റെ അടുത്ത് ചോദിച്ചു നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് പൂജാമുറി ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പൂജാമുറി, അതാ പൂജാമുറി. അല്ല, വിളക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഭഗവാൻ. ഇതൊക്കെ ഉണ്ട്. ഓ, അത് അവിടെയും വെക്കും. അപ്പൊ എന്താ ഇതിൽ ഏതാ കിഴക്ക് എവിടെയാ? കിഴക്കും പടിഞ്ഞാറും വിളക്കുണ്ട്, കൃഷ്ണനുണ്ട്, ഭഗവതിയുണ്ട്. അപ്പൊ കിഴക്കും പടിഞ്ഞാറും രാവിലെയും വൈകുന്നേരം അങ്ങനെയാണോ? രാവിലെ 5 മണിക്ക് എണീക്കും, ഇവിടെ വിളക്ക് വെക്കും, അവിടെ വിളക്ക് വെക്കും, അടുക്കള കയറുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ടിടത്തും വിളക്ക് വെക്കും. ഇതിപ്പോ കർക്കിടകമൊക്കെ ആകുമ്പോ ഞാൻ അല്ലെങ്കിൽ ഇവിടെ മാത്രം കർക്കിടക മാസം രണ്ടിടത്തും വിളക്ക് വെക്കും. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, ഇഷ്ട ദൈവം അങ്ങനെയുണ്ടോ ധർമ്മൻ ചേട്ടന്? ആരാ? അമ്മ. ചേച്ചിയും അമ്മയുടെ ഭക്തിയാണോ? അങ്ങനെയാണ്. മുരുകനും ഉണ്ട്. എനിക്ക് തോന്നി അത് ഫോട്ടോ ഒക്കെ കണ്ടപ്പോ ഞാൻ ചോദിച്ചത്. ഫോട്ടോ കണ്ടപ്പോ. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇനി നമുക്ക് ഇങ്ങനെ ഈ ഒരു ഏരിയ കൂടെ പോവാട്ടോ. ഇങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ ധർമ്മഞ്ചേട്ടന് കിട്ടിയ കുറെ നല്ല മെമന്റോസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതും കൂടെ കാണാം. നമുക്ക് ഈ വഴി ഒന്ന് പോട്ടെ. ചേച്ചി അതാണ് അതെടുക്കാൻ പോവാ. ഒന്ന് എന്റെ കുടുംബവും ഒന്ന് എന്റെ സിനിമാല കുടുംബം. ഓക്കെ, ഇത് എത്ര നാൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോയാ? ഇതില് ധർമ്മഞ്ചേട്ടൻ നല്ല വണ്ണമൊക്കെ ഉണ്ട്. 10 വർഷമൊക്കെ ആണല്ലേ? അമ്മ ഇപ്പം എവിടെയാ? ഓ ഓക്കെ, അമ്മ ഇവിടെ ഈ വീട്ടിലായിരുന്നു. ഈ വീട്ടിൽ വെച്ചെടുത്ത ആണോ? ഇത് സിനിമാല കുടുംബം. അയ്യോ, ഇതിനകത്ത് ഇപ്പൊ പെട്ടെന്ന് ധർമ്മഞ്ചേട്ടന്റെ കൂടെ ഇരിക്കുന്ന അത് സുബീനെ കാണുമ്പോഴാണ്. അതെ, സുബീനെ സുബിയാണ് ഇവിടെ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട് പകർത്തിയ ഇന്റർവ്യൂ എടുത്ത്. ഹോം ടൂർ എടുത്തതോ? ഹോം ടൂർ എടുത്തതാണ്. ബാക്കി ഇന്റർവ്യൂ ഒക്കെ ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഹോം ടൂർ അവളാണ് ചെയ്തത്. അവളുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് അതുകൊണ്ട് അവൾക്ക് കുറെ എപ്പിസോഡുകൾ ചെയ്ത് വരുമാനമൊക്കെ ആയി. അതിന്ന് ബെൽ ബട്ടൺ കിട്ടിയപ്പോ അവള് പറഞ്ഞു ധർമ്മന്റെ വീട്ടിൽ വന്നിട്ട് ഞാനത് പൊട്ടിക്കുള്ളൂ. അതൊരു എപ്പിസോഡും കൂടി എടുത്ത് ഇപ്പോഴും എന്തുകൊണ്ട് വിളിയുണ്ട്. സുബിയായിട്ട് എനിക്കും അതെ നല്ല ഇതാണ്, നല്ല പരിചയമാണ്, നല്ലതായിട്ട് എന്നെ അറിയാം. നമ്മളെല്ലാം വളരെ നല്ലൊരു അതെ പരിചയമാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് വീടൊക്കെ കാണട്ടെ. ഇവിടെയാണ് ധർമ്മജൻ ചേട്ടൻ ഊണ് കഴിക്കുന്ന സ്ഥലം. അതെ, ഇതാണ് ഡൈനിങ് റൂം. ഇത് എവിടുന്ന് ഇതൊക്കെ ഇപ്പൊ ഈ പുതിയ വീട്ടിലേക്ക് ഇപ്പം ഇത് പിഷാരടി എന്ന ആനയെ ഗിഫ്റ്റ് ആണോ? ആഹാ, അപ്പൊ അത് കാണണ്ടേ? രമേശ് ചേട്ടന്റെ ഗിഫ്റ്റ് ആണ്. ഫോട്ടോ ഇതാണ്. രമേശ് ചേട്ടനും ധർമ്മൻ ചേട്ടനും കൂടെയുള്ള സ്കൂട്ടർ കയറി പോയേക്കാണ്. ആരൊരു ഫേസ്ബുക്കിൽ തന്നതാണ്. ഓ, ആ ഫോട്ടോ ആണത്. ധർമ്മൻ ചേട്ടൻ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു ഇത് കേട്ടു, ധർമ്മൻ ചേട്ടൻ ബോൾഗാട്ടിൽ നിന്നും വന്നത് ഈ സ്ഥലത്ത് വീട് വെക്കാൻ കാരണം ഈ വീടിന് ഭയങ്കര ഐശ്വര്യപൂർവ്വം ഇതിന്റെ കന്നിമൂലയിൽ എന്തോ ഒരു സംഭവമുണ്ട്, ഭയങ്കര പ്രഷ്യസ് ആണ്. ഇവിടെ വീട് വെച്ച് താമസിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ധർമ്മൻ ചേട്ടൻ ഈ ഒരു ഏരിയ സ്വന്തമാക്കി, ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടത് സത്യമാണോ? ഇവിടുത്തെ കന്നിമൂലയില് ഭയങ്കര നല്ല ഒരു കന്നിമൂലൊന്നും കിട്ടുന്നില്ല. അതൊക്കെ ആരാ പറഞ്ഞെന്ന് അറിയാൻ പാടില്ല. എനിക്ക് ഐശ്വര്യമാണ്. കാരണം ഞാൻ ഈ വീട്ടിലൊന്ന് താമസിച്ചിട്ട് നമ്മള് ഒരു വീട് താമസിക്കാൻ നേരത്ത് ഗണപതി ഹോമമൊക്കെ നടത്തുമല്ലോ, നടത്തും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പായിട്ടൊരു ദിവസം കിടക്കണമല്ലോ ഇവിടെ. കിടന്നിട്ട് പിറ്റേ ദിവസം ഞാൻ അമേരിക്കയ്ക്കാണ് പോയത്. പിന്നെ ഒരു 48 ദിവസം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇവിടുന്ന് അടുത്ത ഡ്രസ്സ് എടുത്തിട്ട് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോയി. അതല്ല, ഞാനൊരു 2.5 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്റെ സ്വന്തം വീട്ടിൽ വന്ന് ഞാൻ പിന്നെ കിടന്നത്. ഈ വീട്ടിൽ കയറിയിട്ട് എനിക്ക് നിക്കാൻ നേരം ഉണ്ടായില്ല. ജോലിയാണല്ലോ, സാമ്പത്തികമാണല്ലോ, അത് ഭയങ്കര ഐശ്വര്യമാണ് ഈ വീട് ഇപ്പോഴും. അതുകൊണ്ട് ഇതിനോടൊരു ഭയങ്കര സ്നേഹമുണ്ട്. അതാണ് അതിന്റെ പിന്നിലത്തെ സംഭവം അല്ലേ? അല്ലാതെ ഞാൻ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ശരി. അപ്പൊ അതാ ഡൈനിങ് റൂമിന്റെ ഇവിടെ നിന്ന് നമ്മൾ ഇതൊക്കെ ഗിഫ്റ്റ്, പ്രത്യേകിച്ച് പറയേണ്ട ഗിഫ്റ്റ് കിട്ടി ആരെങ്കിലും തന്നു? അതില് ആ നടുക്കരിക്കണ നടരാജ വിഗ്രഹം മഞ്ജു വാര്യർ തന്നതാ.
മഞ്ജു ചേച്ചി തന്നാണ് ഈ നടരാജ വിഗ്രഹം. ഇനി അവിടെയാണ് നമ്മുടെ കിച്ചൺ. ചേച്ചിയുടെ പെരുമാറും അതൊന്നുമില്ല, നമ്മൾ അങ്ങനെ സൂം ഇൻ ചെയ്തൊന്നും ഫോട്ടോ എടുക്കുന്നില്ല, ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങ് പോവാ. ഇവിടെയാണ് അനുജ ചേച്ചിയുടെ ലോകം, അനുജ ചേച്ചി കുക്ക് ചെയ്യുന്ന സ്ഥലം. ഇത് ഇവിടെയാണ്. അപ്പൊ ഇന്ന് രാവിലെ ഇവര് കഴിച്ചത് പുട്ടും ഫിഷ് കൂട്ടാനും ആയിരുന്നു അല്ലേ? ഒരുപാട് സെലിബ്രിറ്റികൾ ഇവരുടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആണോ? ആരൊക്കെ? ദുൽഖർ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആണോ? എപ്പോ എന്താ ചേച്ചി അന്ന് ദുൽഖറിന് ഉണ്ടാക്കി കൊടുത്തത്? ഫുള്ള് അന്ന് മീൻ, കരിമീൻ, പള്ളത്തി വറുത്തത്, കൊഴുവ, ഞണ്ട്, എന്താണ് കക്ക, ഇതെല്ലാം ദുൽഖർ കഴിച്ചോ? അവനെല്ലാം കറിയാ തിന്നത്. ആണോ? ബാക്കി അല്ല, അവന്റെ കൂടെ കുറെ പേരുണ്ടായിരുന്നു. രഞ്ജി പണിക്കർ സാർ ഉണ്ടായിരുന്നു, ബൈച്ചേട്ടൻ ഉണ്ടായിരുന്നു, ശോചേട്ടൻ ഉണ്ടായിരുന്നു, വിഷ്ണു ഉണ്ടായിരുന്നു, വിപിൻ ജോർജ് ഉണ്ടായിരുന്നു. അവരിവിടെ തൊട്ടടുത്ത ഷൂട്ടിന് വല്ലതും വന്നതാണോ? ഞാനുണ്ടായിരുന്ന പടത്തില്. അങ്ങനെ പിന്നെ ലാലേട്ടന്റെ വീട്ടിലോട്ട് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടു സുരേഷ് ഏട്ടൻ നല്ലൊരു ഭക്ഷണ പ്രിയനാണ്, ലാലേട്ടനും ഭക്ഷണ പ്രിയനാണ്. ഞാൻ ഫ്ലൈറ്റിലേക്ക് കൊടുത്തിടാറുണ്ട്. ഇന്നസെന്റ് ഏട്ടന് അവസാന ടൈമിന് പോകുമ്പോൾ ഞാൻ ഭക്ഷണം. അപ്പൊ അനുശേഷി നല്ല കുക്കാണല്ലേ, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, ഇന്നസെന്റ് ഏട്ടൻ, ദുൽഖർ, എത്ര പേരാ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്. രാജേഷനൊക്കെ അതെ, നല്ല ഭക്ഷണപ്രിയരാണ്. അവരൊക്കെ നല്ല ഭക്ഷണം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ചേച്ചിയുടെ അങ്ങനത്തെ ഒരു കൈവരുന്ന് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ആരും ഉള്ളി വിളിക്കാൻ പോലും ഉണ്ടാവില്ല. എല്ലാം ഞാനൊരു 10 മണിക്ക് വിളിച്ചിട്ട് ചേട്ടൻ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാറില്ലേ? ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ലൊക്കേഷനിലേക്കണല്ലേ, ഞാനൊരു 10 മണിയായപ്പോ വിളിച്ചിട്ട് അടി ദുൽഖറൊക്കെ വരോട്ടെ വീട്ടിലേക്ക് വരും. ഞാനൊരു 5 പേരെന്ന് പറഞ്ഞാൽ ഇവള് 10 പേർക്ക് ഉണ്ടാക്കും. 5 പേരെന്ന് പറഞ്ഞാൽ ഇവള് 10 പേർക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ നടക്കൂലെന്ന് നമുക്കറിയാം. അന്ന് 14 പേരായിട്ടുണ്ടായി. എന്നിട്ട് ഭക്ഷണം കഴിഞ്ഞു എല്ലാവർക്കും. വാവ്, അത് നല്ലൊരു സംഭവം തന്നെ. ഇനി ഇത് വർക്ക് ഏരിയ. അപ്പൊ അങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണം അവരെല്ലാവരും ഈ വീട്ടിൽ നിന്ന് കഴിച്ചതാണ്. ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ. കിച്ചൺ എല്ലാവർക്കും അറിയുന്ന സംഭവമാണല്ലോ വർക്ക് ഏരിയ. ഇനി നമുക്ക് അങ്ങോട്ട് മാറിപ്പോവാം. ഇത് അടുത്ത റൂം. എല്ലായിടത്തും ഞങ്ങൾക്ക് അലമാരി ഇല്ല, ഇത് മാത്രം അമ്മച്ചിയുടെ ഒരു അലമാരി ആയതുകൊണ്ട് വെച്ചേക്കുവാ. ഓക്കെ. ബാക്കി അലമാരികളൊക്കെ പൊളിച്ചു വന്നിട്ട് കൊടുത്തിട്ട് ഇങ്ങനെയാക്കി. അപ്പൊ ഈ റൂമിൽ ഇന്നലെ രാത്രി നിങ്ങൾ ഏത് റൂമിലാ കിടന്നെന്ന് പറ, അങ്ങനെയെങ്കിലും അറിയാലോ. ഈ റൂമിലാണ് ഇവിടെ കിടന്നാണോ? ഓരോ ദിവസവും ഇന്ന് രാത്രി മറ്റേ റൂമിലായിരിക്കും കിടക്കും, മാറി മാറി അങ്ങനെ എല്ലാ റൂമിലും ഇങ്ങനെ കിടക്കും എന്നാണ് പറയുന്നത്. ഇത് ബാത്റൂം. ഓക്കെ, ശരി. ഇനി ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. ഇതോ പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജ്. ഇതെന്താ ധർമ്മൻ ചേട്ടാ, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ? ഈ രണ്ട് എന്തൊക്കെയോ അവര് തരും, അത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും അല്ലേ? അത് വലിയൊരു നഷ്ടമായി പോയി അന്നത്തെ. നമുക്ക് 1000 രൂപക്ക് ഒരു മൊമെന്റോ മേടിച്ച് തരും നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലത്ത്. രമ്യ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ രമ്യ പറഞ്ഞു ഞാനൊരു ഇത് കൊടുക്കണമെന്ന് പറയും. എന്നിട്ട് 1000 രൂപ ഇത് തരും. അങ്ങനെ ഒരു 25 സ്ഥലത്തുനിന്ന് കിട്ടുമല്ലോ. ഇത് വെക്കാൻ വേണ്ടി ഞാൻ 50,000 രൂപ ഷെൽഫ് പണിയണം. വെള്ളപ്പൊക്കത്തിന് വഴി പോണതാ. അങ്ങനെ പറയല്ലേ ധർമ്മൻ ചേട്ടാ, സ്നേഹത്തോടെ അവര് തരുന്നതല്ലേ, അതൊക്കെ നമ്മൾ അങ്ങനെ പറയരുത്. ഇത് ഞാൻ ആദ്യം കാണാം. ബെഡ്റൂമിനകത്തുനിന്ന് വീണ്ടും പോകുന്നു. നമ്മുടെ 3ാം നിലയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കാറുണ്ടോ നിങ്ങള്? ഇല്ല. ഇത് പണിതിട്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും ഉപയോഗിക്കുന്നില്ലേ? എന്താ ധർമ്മൻ ചേട്ടാ, ഞാനും കൂടി തന്നെ ഇന്റർവ്യൂ നമുക്ക് ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യായിരുന്നു. ചേച്ചി ധർമ്മൻ ചേട്ടാ വീട്ടിലിരിക്കുമ്പോ എന്തൊക്കെയാ ചെയ്തോണ്ടിരിക്കണേ? എങ്ങനെയാ വീട്ടിലിരുന്ന് ടൈം പാസ് ചെയ്യണത്? എങ്ങനെയാ? വീട്ടിലിരിക്കാറില്ല, ടൈം പാസ് ആണോ? എന്നാലും ഇരിക്കുന്ന സമയം എന്താ ചെയ്യാ? ആണോ? പിന്നെ ഇരുന്ന് പറഞ്ഞ ചെയ്യലും അടുക്കള സഹായിച്ചു. ആണോ? അതൊക്കെ ചെയ്തു തരുമോ? പിന്നെ നമുക്ക് മേളിലേക്ക് പോവാം. അതെ, ക്യാമറ കൂടെ വരുന്നുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ ചേച്ചീനെ ധർമ്മൻ ചേട്ടൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അലക്കാനും ഉടക്കാനും ഇടുന്ന സ്ഥലമാണ് അല്ലേ? മഴ കാരണം പുറത്തിപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തുണിയൊക്കെ എല്ലാ വീട്ടിലും അതെ ഇങ്ങനെ ഉള്ളിലൊക്കെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഉണക്കുന്നത്. ഇവിടെ കൂട്ടുകാരൊക്കെ വരുമ്പോ ഇവിടെയാണ് നിങ്ങളുടെ സഭ, കൂട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് മുങ്ങിപ്പോയ സോഫ സെറ്റ് കളയാൻ സ്ഥലമില്ലാത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട ഇട്ടു. അതാണ് ഈ സോഫ സെറ്റ്. ഇതേ ആ താഴത്തെ സെയിം ഫോട്ടോ റീഡിംഗ് റൂം പോലെ. എന്റെ മേളിലും മൊത്തം സോളാറാണ്. അപ്പൊ ഈ വീട് ഫുൾ സോളാറിലാണ് ജനറേറ്റ് ചെയ്യണത്.
ആ ഓക്കെ, കൊള്ളാം, വളരെ നല്ല കാര്യം. KCB ക്ക് പൈസ കൊടുക്കണ്ട. പൈസ കൊടുക്കണ്ട, ഇങ്ങോട്ട് നമ്മൾ പൈസ വാങ്ങിക്കുകയാണ്, വാങ്ങിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. ഇതെന്താ ഇത്? ഈ ഫോട്ടോസ് ഒക്കെ എന്താ? ഇത് വിശാലയുടെ ഭാര്യ, ആ എന്റെ അതെന്റെ ഭാര്യ. ഇത് ആരുടെ ഭാര്യ രണ്ടുപേരുടെ അതെ പേരെഴുതി വെക്കേണ്ടി വന്നു. അങ്ങനെ ഒരു കലാകാരൻ ചെയ്ത് തെറ്റുപറ്റിപ്പോയൊരു ചിത്രമാണ്. വിശാലയുടെ 2 മക്കൾ, എന്റെ 2 മക്കൾ അല്ലേ? ഇതില് ഞങ്ങൾ രണ്ടുപേരും മാത്രം തിരിച്ചറിയുള്ളൂ. ആ അത്യാവശ്യം തിരിച്ചറിയുന്ന ഇവിടെയാണ്. ആ വിശാലയുടെ മക്കള് എന്റെ മക്കളൊക്കെ ഉണ്ട്. അതിൽ ആരൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ അവർ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല. ഈ ഡോർ തുറന്നാൽ എങ്ങോട്ടാ? ഈ ഡോറ് തുറന്നാല് അലമ്പായിരിക്കും. എന്നാലും നോക്കാം. അയ്യോ ഇതെന്താ ഇത് സംഭവം? ഓ തിയേറ്റർ. ഓഹോ, അവിടെ ലൈറ്റ്. അപ്പൊ ഇവിടെ ഇരുന്നാണ് ധർമ്മജൻ ചേട്ടൻ സിനിമകളെല്ലാം എൻജോയ് ചെയ്യുന്നത്, കാണുന്നത്. ഞങ്ങളിവിടെ ഇനി ഇവിടെ അതൊരു സോഫ ഈ 2 കൊടുത്തത് റിക്കഗ്നൈസ് സീറ്റ് ഇടാൻ വേണ്ടിട്ടാണ്. അതൊരു ദിവസം ഞാനൊരു ട്രയൽ അടിച്ചു പടത്തിന്റെ. അപ്പൊ അയൽവക്കത്തുള്ള ആൾക്കാരെ കൂടി വന്ന് ഇവിടെ നിരന്നിരുന്ന് സിനിമ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു റിക്ലൈനർ സീറ്റിന്റെ ആവശ്യമില്ല, ഇത് തന്നെ മതി എല്ലാവർക്കും. സീറ്റ് എന്ന് പറയുമ്പോ നമുക്ക് ഒരാളെ കൈ പിടിച്ച്, എന്റെ വൈഫും ഞാനും കൂടി ഇരിക്കുമ്പോ ഒന്ന് കൈ പിടിക്കാനും കൂടി എത്തൂലല്ലോ. ഇതാകുമ്പോ ഞങ്ങള് പായന്തലം കണിയിട്ടിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് കാണും. ഇവിടെ എല്ലാ ദിവസവും ഈ സ്ക്രീനിൽ സിനിമ നിങ്ങൾ പ്ലേ ചെയ്യോ ഈ തിയേറ്ററിൽ? ഇവള് നേരത്തെ പറയാത്തതിന്റെ ചെറിയൊരു സ്പേസ് കിട്ടിയപ്പോ ഒരു ബാറും കൂടി പണിതു. കള്ളില്ലാത്തൊരു ബാറ്. കള്ളില്ല, കള്ളുകുപ്പികളൊന്നുമില്ല, ഒരൊറ്റ ഗ്ലാസ് മാത്രം ഇവിടെ ശേഷിച്ച് നിൽക്കുന്നുണ്ട്. ഒരേ ഒരു ഗ്ലാസ് മാത്രം, കുപ്പി ഒന്നുമില്ല ഇവിടെ. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് കള്ളു കുടിച്ചോണ്ട് സിനിമ കാണാം. ഇതാണ് ധർമ്മജേട്ടന്റെ ഐഡിയ. ചേച്ചി അതൊക്കെ എങ്ങനെന്താ അറിയാമോ? ഇത് കണ്ടില്ലേ, ഈ തൂണ് കണ്ടില്ലേ, അവിടെ ഇങ്ങനെ സ്പേസ് വന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നപ്പോ കൊച്ചു കള്ള അത് ബാറിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്താ ഇവിടെ കള്ളുകുപ്പി ഒന്നും ഇടാത്തത്? ധർമ്മജേട്ടന് മാത്രമുള്ള ഒരു ഗ്ലാസ്. ഇത് ധർമ്മജേട്ടന്റെ സ്വന്തം ഗ്ലാസ് ആണ്, വേറെ ആർക്കും ഇല്ല. ഒറ്റയ്ക്ക് ഗ്ലാസ് പരിപാടിയൊക്കെ വരുമ്പോ സെറ്റ് ആക്കും. ധർമ്മജേട്ടൻ ശരിക്കും ഇപ്പം രമേശ് ചേട്ടൻ അല്ലാണ്ട് ഏറ്റവും കൂടുതൽ ഈ കുടുംബവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി എന്ന് ചോദിച്ചാൽ അതാരായിരിക്കും? അടുത്ത് നിൽക്കുന്ന സെലിബ്രിറ്റി നല്ലതായിട്ട് പരിചയമുള്ള ഷാജൻ ചേട്ടനാണ് എനിക്ക് അത്ര അടുപ്പമുള്ള. KS പ്രസാദ് അവരൊന്നും അടുത്ത് നിൽക്കുന്നൊന്നുമല്ല. എനിക്ക് ഒരുപാട് പേരായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയാനൊന്നും പറ്റുന്നില്ല. എപ്പോഴൊക്കെ ഇടക്കൊക്കെ വിളിക്കണതും പിടിക്കണതും വഴക്ക് പറയണതും അങ്ങോട്ട് വഴക്ക് പറയണതും ഇങ്ങോട്ട് വഴക്ക് പറയണതൊക്കെ ആയിട്ടുള്ള ആൾക്കാരിൽ പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. എന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് വിളിച്ചു ചോദിക്കുന്നതൊക്കെ അവരാണ്. ഓക്കെ, ശരി. ഇനി നമുക്ക് ദിലീപേട്ടൻ അറിയാലോ? അറിയാം. ദിലീപനായിട്ടും ഒക്കെ നിങ്ങൾ നല്ല വെൽ കണക്റ്റഡ് ആണല്ലോ. നല്ല ഇത്. ഓക്കെ, അപ്പൊ അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധമാണുള്ളത്. അങ്ങനെ ഇവരെല്ലാരുമായിട്ടുള്ള നല്ലൊരു സുഹൃത്ത് ബന്ധം നമ്മൾ അറിഞ്ഞു. ഓക്കെ, നമുക്ക് പയ്യെ ചേച്ചിയും കൂടെ വരട്ടെ. ഡോറിന്റെ ഇതുണ്ടായിരുന്നു, അത് പോയി. ഇവിടെ റീഡിംഗ് റൂം, അവിടെയും കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളും. പിന്നെ എനിക്ക് ഉള്ളത് പുസ്തകങ്ങളോടുള്ള ഇഷ്ടമാണ്. വായിക്കോ ഒരുപാട്? എന്ത് തരത്തിലുള്ള ബുക്കുകളാ വായിക്കുക? ഞാന് വായന അങ്ങനെയില്ല, വായനയെന്നാണ് രാവിലെ തുടങ്ങണത്. അത് പത്രം വായിച്ചു നമ്മൾ തുടങ്ങി, ബാത്റൂമിൽ നിന്ന് തുടങ്ങും. പത്രം കൊണ്ട് കയറും. പത്രം മാത്രമല്ല, ബുക്കുകള് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ വെള്ളത്തിനൊഴി പോയി. പിന്നെ കുറെ പുസ്തകങ്ങളുണ്ട്. അല്ല, എന്താ ഇങ്ങനെ ഇവിടെ ഉണ്ട് എല്ലാ തരത്തിലുള്ള ബുക്കുകളും വായിക്കോ? അതോ ഇങ്ങനെ നോവലാണോ? അതോ ഇങ്ങനെ എന്താ, ഏത് ടൈപ്പ്? കവിതകള് ഒക്കെ ഉണ്ട്. എല്ലാം വായിക്കും. ചേച്ചിയും വായിക്കോ? ഞാൻ വായന കുറവാ. ഓക്കെ, അപ്പൊ ഇനി ധർമ്മൻ ചേട്ടന്റെ അടുത്ത് 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്താണെന്ന് ചോദിക്കാവുന്നേ? ധർമ്മൻ ചേട്ടൻ നമ്മുടെ ബിഗ് ബോസിന്റെ പ്രോഗ്രാമിനകത്ത് തുടങ്ങിയ സമയത്ത് എന്തോ ഒരു ദിവസം ഞാൻ ഗസ്റ്റ് ആയിട്ട് ഒരു ദിവസം പോയത് കണ്ടു. അതെന്തായിരുന്നു അങ്ങനെ ഒരു ദിവസം? പിന്നീട് അങ്ങോട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എങ്ങാനും വിളിച്ചിരുന്നോ? ധർമ്മൻ ചേട്ടന് താല്പര്യമുണ്ടോ? എന്നെ എല്ലാ പ്രാവശ്യവും ബിഗ് ബോസിലേക്ക് വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകൂല. താല്പര്യമില്ലേ? താല്പര്യമില്ലായിരുന്നു. എന്നോട് കുറെ പേര് എന്താണ് കേട്ടാ അവിടെ പോവാത്തത്, ഓപ്പർച്യൂണിറ്റി എല്ലാരും ഭയങ്കര പൈസ. ദിയാസനൊക്കെ നല്ല പൈസയും ഓഫർ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കത് അവിടെ ഒരു ദിവസം തന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. ഞാൻ ഇവളും കൂടി പോയി. ഫ്ലൈറ്റിന് ഇവിടുന്ന് ചെന്നൈയിലായിരുന്നു. ഇതിന്റെ ഫംഗ്ഷന് പോയപ്പോ ഒരു ദിവസം ഞാൻ അവിടെ പോയി അവരുടെ കൂടെ നിന്ന്. അപ്പൊ അവരുടെ എല്ലാരും വിചാരം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നേക്കുന്ന നല്ല രീതിയിലാണ്.
ഞാൻ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് പോകുന്നു എനിക്കറിയാൻ പോലെ എന്നെ ആദ്യം കണ്ണൊക്കെ കെട്ടിയിട്ട് കൊണ്ടൊക്കെ എന്നെ കണ്ണത്ത് കെട്ടണ്ടേ ഞാൻ നാളെ പോകണമെന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ പോയിട്ട് ലാലേട്ടൻ തൊട്ടപ്പുറത്തുള്ള ഒരു ഇതിലായിരിക്കണം. ഞാൻ അവിടെ പോയി ലാലേട്ടൻ്റെ കൂടെ വർത്തമാനമൊക്കെ ഇരുന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പൊ നമ്മുടെ ടീമാണ് എല്ലാവരും. പാഷാണ്, ഷാജിമിനോ, ഭീമോ, ഒരു തസ്നീകാനോ അവരൊക്കെയാണ് എല്ലാം പരിചയക്കാരാ. അപ്പൊ അവരുടെ വിചാരമൊക്കെ ഇതാണ്. എനിക്കാണെങ്കിൽ പറയാൻ പറ്റില്ലേ ഞാൻ നാളെ പോകുന്നു, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പോയി ഞാൻ ഒരു ദിവസം അവിടെ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനൽ പരിപാടിക്ക് ഞാൻ ഇവിടെ പോയി. അപ്പൊ എന്റെ കയ്യിലൊരു വളയുണ്ടായിരുന്നു, ഒരു 3 പവന്റെ വളയുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ കൊറോണ ടൈമൊക്കെ ആണല്ലോ. അപ്പൊ ഇവള് വല്ലപ്പോഴല്ലേ ഫ്ലൈറ്റിൽ കയറണത്. അപ്പൊ ഇവർക്ക് ഞാൻ വിൻഡോ സൈഡ് കൊടുത്തിട്ട് ഞാൻ ഈ സൈഡിലിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും PPE കിറ്റ് ഇടുന്നു. അങ്ങനെ വിട്ട് ചെന്നൈ ചെന്നിറങ്ങിയിട്ട് PPE കിറ്റ് ഊരണ കൂട്ടത്തില് ആ വളയും കൂടി ഊരിട്ടിട്ട് 3 പവന്റെ വള അങ്ങനെ ഫ്ലൈറ്റിൽ കൊടുത്തിട്ട് പോന്നു, ജമ്പ് ചെയ്തിട്ട് പോന്നു. അപ്പൊ പോയ കാര്യം എപ്പോഴാ മനസ്സിലായത്? അവിടെ ചെന്ന് ഞങ്ങൾ അവിടുത്തെ അപ്പൊ തന്നെ എയർക്രാഫ്റ്റിൽ അങ്ങോട്ട് എയർലൈനിലേക്ക് അന്നൊന്നും ആ ഇതിൽ തൊടൂലല്ലോ. അത് അങ്ങനെ വേസ്റ്റിലേക്ക് പോകും. അപ്പൊ തന്നെ ട്രാഷില് കേരള വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ചേച്ചി ചീത്ത പറയായിരുന്നില്ലേ? 3 പവന്റെ വളയാണ് കളഞ്ഞിട്ട് വന്നത്. അങ്ങനെ വില കൂടിയ വേറെ എന്തെങ്കിലും ഒക്കെ ധർമ്മചേട്ടൻ ഇതുപോലെ കളഞ്ഞിട്ടുണ്ട്? ഇവളുടെ വോട്ടുണ്ട്. എന്താ തായ്ലൻഡിൽ പോയപ്പോ ഈ അണ്ടർ വാട്ടർ ഇതുണ്ടല്ലോ, നമ്മുടെ കുറ്റമാണ്. ഈ ടൂറൊക്കെ പോകുമ്പോ സ്വർണ്ണം ഉപയോഗിക്കാൻ പാടില്ല. ഇവള് ഞാനൊക്കെ മറ്റേ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നേരത്തെ ഇറങ്ങി. ഇവള് ഇതൊക്കെ വെച്ചിട്ട് ഇറങ്ങാനായിട്ട് കാലം കാണി നീട്ടി കൊടുത്തേ ഉള്ളൂ. ഒരുത്തൻ ഇവളുടെ പാദസരം പിടിച്ചിട്ട് പോയി 1.5 പോയിന്റ്. കാലി പിടിച്ച് വലിച്ചു ഊരിയെടുത്തു. അത് അപ്പം രണ്ടുപേരും ഒരാള് പറഞ്ഞിട്ട് കാര്യമില്ല. നീയും കളഞ്ഞു ഞാനും കളഞ്ഞു, ആ ഒരു അവസ്ഥയിലാണ്. ഈ ധർമ്മചേട്ടന്റെ അടുത്ത് ചോദിക്കുമ്പോ വേറൊരു കാര്യം എപ്പോഴും എല്ലാരും ചോദിക്കൂല്ലോ, രമേശ് ചേട്ടന്റെ കാര്യം കൂടെ ചോദിക്കും. ഇപ്പൊ നമ്മൾ രമേശ് ചേട്ടനെ നോക്കിക്കഴിഞ്ഞാല് ഫുൾ ടൈം നമ്മൾ ഇപ്പൊ രമേശ് ചേട്ടൻ മമ്മൂക്കയുടെ കൂടെ ഉണ്ട്. മമ്മൂക്കയുടെ കൂടെ സന്തത സഹചാരി പോലെ എല്ലായിടത്തും ഇപ്പൊ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കാണാം. അതെന്താ ധർമ്മചേട്ടാ അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം? അതെ, എന്നാലും പെട്ടെന്ന് അവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അതെ, നല്ലതാണ്. നമ്മൾ നടക്കാൻ എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ട് വിളിക്കാറുണ്ട്, വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പൊ കൊറോണ ടൈമിലൊക്കെ തന്നെ ലാലേട്ടൻ വിളിച്ചിട്ടുണ്ടായി, നമുക്ക് വിളിച്ചിട്ടുണ്ടായി, അമ്മച്ചി മരിച്ചപ്പോഴൊക്കെ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായി. അന്വേഷിക്കാനും പറയാനൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് അവൻ മമ്മൂക്കയുടെ കൂടെ. അത് നല്ല കാര്യല്ലേ? അപ്പൊ ധർമ്മചേട്ടന് തോന്നില്ല, അസൂയ തോന്നില്ലേ? നീ ഇപ്പൊ ഫുൾ ടൈം മമ്മൂക്കയുടെ ഒക്കെ കൂടെ ആണോ? ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ഈഗോ. ഞങ്ങൾ 20 വർഷം നടന്ന ഒരു മിമിക്രി ടീം കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. പിഷാരടി, മരിച്ചുപോയ സുബി, സാജൻ പള്ളുരുത്തി, ഒരു പ്രജിത്ത്, ഒരു കോട്ടയത്തുള്ള അങ്ങനെ ഞങ്ങളൊരു ടീമുണ്ട്. ദേവിചന്ദന, മനസ്സിലായി എനിക്ക് ഇവരെല്ലാരും അറിയാം. ഞങ്ങൾക്ക് ആർക്കും അങ്ങാടും ഇങ്ങാടും ഒരു ഈഗോ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഭയങ്കര. പിന്നെ ഞങ്ങൾ എല്ലാവരും കുടുംബങ്ങളായിട്ടും ബന്ധമായിരുന്നു. പിന്നെ ഒരു റോൾ അവനെടുത്തു, ആ റോളിലേക്ക് വേണം മറ്റൊരു. കുറെ പേര് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാരും തല്ലിപ്പരിഞ്ഞൊക്കെ പോട്ടുണ്ട് ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ. ഞങ്ങൾ ഇപ്പോഴും അതാണ് ഇപ്പോഴും ആ സുഹൃത്ത് ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് നല്ല സ്നേഹത്തോടെ നിൽക്കുന്നത്. അമിതാവശ്യമായിട്ട് നടന്നാലും സന്തോഷമുള്ള കാര്യം തന്നെ. ഞാനാണ് പാർട്ടിയിൽ ആദ്യം വന്നത്. അവനിപ്പോ പുറകെ വന്നതേ ഉള്ളൂ. അവനപ്പം പാർട്ടിയിലേക്ക് അപ്പം സീനിയോറിറ്റി ധർമ്മചേട്ടനല്ലേ? ഞാൻ സ്കൂൾ തുടങ്ങി പാർട്ടി പ്രവർത്തനം കുറച്ച് കൂടുതലായിട്ട് അറിയാം. 10-33 വർഷം നട്ടിറങ്ങാൻ പറ്റുക. എന്റെ ചേട്ടൻ, ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ഇതായിരുന്നു, കേസിന്റെ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാണ് കൂടിയാണ്. അതെനിക്കറിയാലോ. അപ്പം രമേശ് ചേട്ടന് കൊടുത്ത ഒരു ഉപദേശം എന്തായിരുന്നു? രമേശ് ചേട്ടനും പാർട്ടിയിലേക്ക് സജീവമായിട്ട് ഇറങ്ങണം അല്ലേ? എന്നാലും നമ്മൾ തമ്മിൽ നല്ലൊരു സുഹൃത്തൊക്കെ ആയിട്ട് ഇരിക്കുമ്പോ വേണം നീ ഒരു കാര്യം ചില കാര്യങ്ങൾക്ക് അവൻ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ എന്റെ ഉപദേശമല്ല, നമ്മളെന്തായാലും നിർദ്ദേശമായിട്ട് പറയുള്ളൂ. ഇന്ന് രാവിലെ പറഞ്ഞില്ലേ ഞാനുമായിട്ട് ഉണ്ടായി. അതൊരു കാര്യത്തിന് വേണ്ടിട്ടായിരുന്നു. അതവന് മനസ്സിലായപ്പോ അവൻ സാധാരണ അവൻ ജയിച്ചിട്ട് പോകാറാ പതിവ്, ഇന്ന് തോറ്റിട്ടാ പോയത്. അവനെ തോപ്പിക്കണമെന്നെങ്കിൽ പച്ചത്തെറി പറഞ്ഞിട്ട് തോപ്പിച്ചിട്ട് നിർത്താറാണെങ്കിൽ പതിവ്. ഇന്ന്
അങ്ങനെ ചീത്ത പറയാതെ കാര്യം പറഞ്ഞിട്ട് അവനെ തോൽപ്പിച്ച് പിന്നെ സന്തോഷമാണ് ഒളിമ്പിക്കില് മെഡലിനായിട്ട് ഇരിക്കണേ കിട്ടിയിരിക്കുകയാണ് കുറച്ചേരം കഴിഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് എന്നെ തോപ്പിക്കോട്ടോ ആണല്ലേ